10ാം ക്ലാസ്സിലെ സർക്കിൾസ് എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് കുറച്ച് കണക്കുകൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ വീണ്ടും ഏതാനും ചോദ്യങ്ങൾ കൂടെ ചെയ്യുകയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മാത്സ് ക്യൂബിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചിത്രത്തിൽ ഒരു വര വ്യാസമായി ഒരു വൃത്തവും വരയുടെ പകുതി വ്യാസമായി ഒരു ചെറുവൃത്തവുമുണ്ട്. അപ്പോൾ രണ്ട് വൃത്തങ്ങളുണ്ട്. ഒന്ന് ഒരു വലിയ വര വ്യാസമായിട്ടും പിന്നെ അതിൻ്റെ പകുതി വ്യാസമായിട്ട് രണ്ടാമത്തെ വൃത്തവുമുണ്ട്. വൃത്തങ്ങൾ കൂട്ടിമുട്ടുന്ന ബിന്ദുവിലൂടെ വലിയ വൃത്തത്തിൽ വരക്കുന്ന ഏത് ഞാണിനെയും ചെറിയ വൃത്തം സമഭാഗം ചെയ്യുമെന്ന് തെളിയിക്കുക. ഇൻ ദ പിക്ചർ എ സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് എ ലൈൻ ആസ് ഡയമീറ്റർ ആൻഡ് വിത്ത് എ സ്മോൾ സർക്കിൾ വിത്ത് ഹാഫ് ദ ലൈൻ ആസ് ഡയമീറ്റർ. അപ്പോൾ ചെറിയ വൃത്തത്തിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്, വ്യാസം എന്ന് പറയുന്നത് വലുതിൻ്റെ പകുതിയാണ്. പ്രൂവ് ദാറ്റ് എനി കോഡ് ഓഫ് ദ ലാർജർ സർക്കിൾ ത്രൂ ദ പോയിന്റ് വേർ ദ സർക്കിൾസ് മീറ്റ് ഈസ് ബൈസെക്റ്റഡ് ബൈ ദ സ്മോൾ സർക്കിൾ. അതായത് നമ്മളിപ്പോൾ ഈ ചിത്രം എല്ലാവരും നോക്കുക. നമ്മുടെ കയ്യിൽ ഒരു വലിയ വൃത്തമുണ്ട്. ഇതാണ് വലിയ വൃത്തം, ഗ്രീനായിട്ട് ഉള്ള ഒരു വലിയ വൃത്തം. അതേപോലെ പർപ്പിൾ കളറുള്ള വേറൊരു ചെറിയ വൃത്തമുണ്ട്. ഇവ തമ്മിലുള്ള ബന്ധം എന്താണ്? വലിയ വൃത്തത്തിൻ്റെ വ്യാസം ആണ് ഇവിടെ നിന്ന് കാണുന്നത്. ഇപ്പോൾ ഉദാഹരണം ഞാനൊരു പേര് അടയാളം മാർക്ക് ചെയ്യാം. ഇത് എ, ഇത് ബി. അപ്പോൾ എ ബിയുടെ പകുതിയാണ് നമ്മുടെ ചെറിയ വൃത്തത്തിൻ്റെ വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ. അതിന് നമ്മൾ സി എന്ന് കൊടുക്കാം. അപ്പോൾ എ ബിയുടെ പകുതിയാണ് എ സി. ചിത്രം നിങ്ങളെല്ലാവരും കാണുന്നുണ്ടാവും. എ ബിയുടെ പകുതിയാണ് എ സി. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. എ ബിയുടെ പകുതിയാണ് എ സി. ഇനി എന്താണ് പറഞ്ഞത്? വൃത്തങ്ങൾ കൂട്ടിമുട്ടുന്ന പോയിന്റ്. അതേതാ വൃത്തങ്ങൾ? ഈ സർക്കിൾ കൂട്ടിമുട്ടുന്ന പോയിന്റ് എന്ന് പറയുന്നത് എ ആണ്. ഇവിടെ നിന്ന് നമ്മളൊരു ഞാൻ വരച്ചാൽ, കോഡ് വരച്ചാൽ, ഈ സർക്കിൾ, ചെറിയ സർക്കിള് ഇതിനെ സമഭാഗം ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ നീളവും തുല്യമായിരിക്കും. ഇതാണ് നമ്മൾ തെളിയിക്കേണ്ടത്. അപ്പോൾ ചോദ്യം മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നിങ്ങൾ ഈ ചോദ്യം കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കണം. അതായത് ഒരു വലിയ വൃത്തമുണ്ട്, അത് കഴിഞ്ഞാൽ ഒരു ചെറിയ വൃത്തമുണ്ട്. ഈ രണ്ട് വൃത്തങ്ങളുടെയും പ്രത്യേകത എന്ന് പറയുന്നത് വലുതിൻ്റെ ഡയമീറ്ററിൻ്റെ പകുതിയാണ് ചെറുതിൻ്റെ ഡയമീറ്റർ, വലിയ വൃത്തത്തിൻ്റെ വ്യാസത്തിൻ്റെ പകുതിയാണ് ചെറിയ വൃത്തത്തിൻ്റെ വ്യാസം. അങ്ങനെയാണെങ്കിൽ ഈ കൂട്ടിമുട്ടുന്ന ബിന്ദുവിൽ നിന്ന് ഒരു ഞാൻ വരയ്ക്കുകയാണെങ്കിൽ അത് സമഭാഗം ചെയ്യുന്നു. അത് എങ്ങോട്ട് വരച്ചാലും പ്രശ്നമില്ല. ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരച്ചു, അതിനെയും നമ്മൾ സമഭാഗം ചെയ്യും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചു, അതിനെയും ഈ ചെറിയ വൃത്തം സമഭാഗം ചെയ്യും. ഇതാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ തെളിയിക്കാമെന്ന് നോക്കാം. ഞാൻ ആദ്യം ഇതൊന്ന് മായ്ക്കാം, അതിനുശേഷം നമുക്ക് ഈ ചോദ്യം ചെയ്യാം. ഓക്കെ. അപ്പം ഞാൻ ഈ ചിത്രം ഒന്ന് വലുതാക്കുന്നുണ്ട്. നമുക്കൊന്ന് എളുപ്പത്തിന് വരക്കാനൊക്കെ സൗകര്യത്തിനും നിങ്ങൾക്ക് കാണാനും വേണ്ടിയിട്ട് ഇവിടെ ഈ ചിത്രം അല്പം ഒന്ന് വലുതാക്കി. ഓക്കെ, ഇതാണ് നമ്മുടെ ചിത്രം. നമ്മൾ വലിയ വൃത്തത്തിൻ്റെ ഡയമീറ്ററിന് നമ്മളൊരു പേര് കൊടുക്കുന്നു, എ ബി. ഇതിന് എ എന്നും ഈ ഭാഗത്തിന് ബി എന്നും പേര് കൊടുക്കും. അടുത്തതായിട്ട് ചെറിയ വൃത്തത്തിൻ്റെ ഡയമീറ്ററിന് നമ്മൾ എ സി എന്ന് പേര് കൊടുക്കും. ആണ്. ഇനി ഒരു ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്, അതിന് നമുക്ക് എ ക്യു എന്ന് പേര് കൊടുക്കാം. എ ക്യു, എ അവിടെ ഉണ്ട്, എ ക്യു. ആ ഞാനിനെ മുറിക്കുന്ന ബിന്ദുവിന് നമ്മൾ പി എന്നും കൊടുക്കാം, പി ക്യു. നമുക്ക് തെളിയിക്കേണ്ടത് എന്താണ്? എ പിയും പി ക്യുവും തുല്യമാണെന്നാണ് തെളിയിക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ എഴുതുന്നുണ്ട്. നമ്മൾ തെളിയിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് ആദ്യമേ അങ്ങ് എഴുതി വെക്കാം. ടു പ്രൂവ്, തെളിയിക്കേണ്ടത് എന്താണെന്ന് നമുക്ക് ആദ്യം എഴുതി വെച്ചാൽ, അത് എഴുതി വെച്ചാലുള്ള ഗുണം അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. നമുക്ക് തെളിയിക്കേണ്ടത് എന്താ? എ പി ഈക്വൽ ടു, ഇതാണ് നമ്മൾ പറഞ്ഞ കാര്യം, എ പി ഈക്വൽ ടു പി ക്യു. ഇതാണ് തെളിയിക്കേണ്ടത്. അപ്പോൾ അത് തെളിയിക്കാൻ വേണ്ടി നമുക്കൊരു ചെറിയ കാര്യം ചെയ്യാനുണ്ട്. ഒരു വര കൂടെ ഇവിടെ വരക്കണം. ഞാനൊരു സ്കെയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് പിയും സിയും തമ്മിൽ യോജിപ്പിച്ചു.
ഇനി നമ്മൾ ഇതേ സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ വീണ്ടും ഇവിടെയും യോജിപ്പിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്തത് ഒരു സ്കെയിൽ എടുത്തിട്ട് ഈ രണ്ട് വരകളെയും യോജിപ്പിച്ചു, പി സി. അപ്പോൾ നമ്മളതൊന്ന് എഴുതി വെക്കുകയാണ്. പി സി ഞാൻ തൽക്കാലം മലയാളത്തിലാണ് എഴുതുന്നത്, ഇംഗ്ലീഷുകാർ ജോയിൻ എന്ന് എഴുതുക. പി സി ആൻഡ് ക്യു ബി യോജിപ്പിക്കുക. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ ജോയിൻ എന്ന് എഴുതിയാൽ മതി. ഇപ്പം നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് കിട്ടിയിട്ടുണ്ട്. ഒന്ന് എ സി പി, ഞാൻ എഴുതുന്നുണ്ട് എ ത്രികോണം എ സി പി. എവിടെയാണ് ത്രികോണം എ സി പി? ഇതാണ് എ, ഇതാണ് സി, ഇതാണ് പി. നമുക്കറിയാം ഒരു സർക്കിളിലെ ഒരു അർദ്ധവൃത്തത്തിലെ കോൺ എന്ന് പറയുന്നത് 100 ഡിഗ്രി ആയിരിക്കും എന്ന് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ഈ കോൺ എത്രയാണ്? 90 ഡിഗ്രി. അതുപോലെ വലിയ ട്രയാങ്കിൾ നോക്കുകയാണെങ്കിൽ ഈ കോണും 90 ഡിഗ്രിയാണ്. കാരണം അതും ഹാഫ് സർക്കിളിൻ്റെ ഉള്ളിലാണ്, അർദ്ധവൃത്തത്തിൻ്റെ ഉള്ളിലുള്ള കോണാണ്. അപ്പോൾ അതും 90 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതുന്നു ത്രികോണം എ സി പിയിൽ, ഞാൻ ഇംഗ്ലീഷിൽ ഉള്ളവർ അത് ആ രീതിയിൽ മനസ്സിലാക്കുക. എ സി പിയിൽ ആംഗിൾ പി ഈക്വൽ ടു 90 ഡിഗ്രി. അതേപോലെ ആംഗിൾ ക്യൂ ഈക്വൽ ടു ദാറ്റ് ഈസ് ഓൾസോ 90 ഡിഗ്രി, അതും 90 ഡിഗ്രിയാണ്. കാരണം അതിൻ്റെ കാരണം കൂടെ നമ്മൾ ബ്രാക്കറ്റിൽ എഴുതുന്നുണ്ട്. അർദ്ധവൃത്തത്തിലെ കോൺ അല്ലെങ്കിൽ ആംഗിൾ ഇൻ എ സെമി സർക്കിൾ, എന്തുകൊണ്ടാണ് 90 ആയതെന്ന് നിങ്ങൾ അറിയണം. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ. ഓക്കെ, അങ്ങനെ അത് 90 കിട്ടി. ഇനി നമുക്ക് തെളിയിക്കേണ്ടത് എന്താണ്? തെളിയിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് തെളിയിക്കേണ്ടത് എന്താ? എ പിയും പി ക്യൂവും തുല്യമാണെന്നാണ് തെളിയിക്കേണ്ടത്. ഇതാണ് നമുക്ക് തെളിയിക്കേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് ഉണ്ട്. നമ്മൾ 9ാം ക്ലാസ്സിൽ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ആംഗിൾ എയുടെ കാര്യം ഒന്ന് ആലോചിക്കുക. ആംഗിൾ എ എന്ന് പറയുന്നത് രണ്ട് ത്രികോണത്തിലും ഉള്ളതാണ്. ആംഗിൾ എ എന്ന് പറയുന്നത് രണ്ട് ത്രികോണത്തിലും ഉള്ളത് തന്നെയാണ്. ഇനി നമ്മൾ 9ാം ക്ലാസ്സിലൊരു കാര്യം പഠിച്ചിട്ടുണ്ട്. അതായത് 9ാം ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതുപോലെ ഒരു ത്രികോണത്തിൽ നമ്മൾ 9ാം ക്ലാസ്സിൽ രണ്ട് ത്രികോണങ്ങൾ ഇങ്ങനെ വരച്ച് പഠിച്ചിട്ടുണ്ട്. എന്താണ് അവയുടെ പ്രത്യേകത? ഈ രണ്ട് വശവും സമാന്തരമാണെങ്കിൽ ഈ രണ്ട് സൈഡുകളും എന്തായിരിക്കും? പ്രൊപ്പോർഷണൽ ആയിരിക്കും, ആനുപാതികമായിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കുക, ഈ കോൺ 90 ആണ്, ഇതും 90 ആണ്. എന്താ അതിനർത്ഥം? ഈ ഒരു കാര്യം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്? അതായത് പി സിയും ക്യൂ ബിയും എന്താണ്? സമാന്തരമാണ്. പി സിയും ക്യൂ ബിയും പാരലലാണ്. കാരണം അതുകൊണ്ടാണ് ഇവിടെ 90 വന്നിട്ടുണ്ട്, ഇവിടെയും 90 വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും സമാന്തരമാണെങ്കിൽ പി സിയും ക്യൂ ബിയും സമാന്തരമാണ്. അപ്പോൾ നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ച കാര്യം ഓർത്ത് നോക്കുക. ഇതുപോലെ രണ്ട് വശങ്ങൾ സമാന്തരമാണെങ്കിൽ ബാക്കിയുള്ള രണ്ട് വശങ്ങളും ആനുപാതികമായിരിക്കുമെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ട്രയാങ്കിൾ എ ആണ് ഇവിടെ നിൽക്കുന്നത്. ചിത്രം തിരിച്ചു വെച്ചാൽ എന്തായിരിക്കും എന്ന് ആലോചിച്ചാൽ മതി. എ പി ബൈ പി ക്യൂ സമം എ സി ബൈ സി ബി. ഒരു ത്രികോണത്തിൻ്റെ അല്ലെങ്കിൽ രണ്ട് ത്രികോണങ്ങൾ സദൃശ ത്രികോണങ്ങളാവുക, അവയുടെ രണ്ട് വശങ്ങൾ സമാന്തരമാവുകയും ചെയ്താൽ മറ്റ് രണ്ട് വശങ്ങൾ ആനുപാതികമായിരിക്കും. അതാണ് നമ്മുടെ നിയമം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ പി ബൈ പി ക്യൂ സമം എ സി ബൈ ബി സി. ഓക്കെ, എന്താണ് എ സി ബൈ ബി സി? എ സി എന്ന് പറയുന്നത് നമ്മൾ എ ആണ് എടുക്കുന്നതെങ്കിൽ ഇതും എ ആയിരിക്കും. കാരണം എന്താ? ഇത് ഡയമീറ്ററിൻ്റെ പകുതിയാണ് അല്ലേ? അപ്പോൾ 1/1 ദാറ്റ് ഈസ് എ ബൈ എ അല്ലെങ്കിൽ 1/1 എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് കിട്ടുക? നമുക്ക് ഇതൊന്നും കൂടി ചെറുതാക്കിയിട്ട് എഴുതാം.
അങ്ങനെയാണെങ്കിൽ എന്താണ് നമുക്ക് കിട്ടുക? എ പി ബൈ പി ക്യു, എ പി ബൈ പി 1/1 ഇസ് എ പി ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള നീളവും ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള നീളവും തുല്യമാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ദാറ്റ് മീൻസ് ചെറിയ വൃത്തം, അപ്പോൾ നമുക്ക് ഒന്നും കൂടെ അതിന് താഴെ എഴുതാം. ചെറിയ വൃത്തം ഞാണിനെ സമഭാഗം ചെയ്യുന്നു. ഞാൻ എന്ന് പറഞ്ഞാൽ കോഡ്, ഞാണിനെ സമഭാഗം ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോഴാണല്ലോ ഈക്വൽ ആവുക, അപ്പോഴാണ് ഈ എ പിയും പി ക്യൂവും തുല്യമാവുക. എ പിയും പി ക്യൂവും തുല്യമാണെങ്കിൽ ഇവിടെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, എ പി ബൈ പി ക്യൂ ഈക്വൽ ടു 1:1. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ എഴുതിയേക്കുക, സ്മോൾ സർക്കിൾ ഡിവൈഡ് ദ കോഡ് ഈക്വലി, ഡിവൈഡ് ദ കോഡ്. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഇതാണ്. അപ്പോൾ നിങ്ങൾ ഒന്നും കൂടെ അത് ചെയ്ത് നോക്കുക, എന്നിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക.